ഞങ്ങൾ പറയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞത്ത് ഞങ്ങൾക്ക് മിസ് ചെയ്തു എന്ന് പറയുകയായിരുന്നു. അല്ല, അതിപ്പോൾ സർക്കാരിൻ്റെ തീരുമാനമാണ്. അവിടെ ആദ്യം ക്രെയിൻ വന്നപ്പോൾ എന്നെ ക്ഷണിച്ചിരുന്നു, ഞാൻ പോയിരുന്നു. ഇപ്പം എന്നെ ക്ഷണിച്ചില്ലെങ്കിലും UDF ആ പരിപാടി ബഹിഷ്കരിക്കില്ല. കാരണം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു എന്നതിൽ ഏറ്റവും അഭിമാനിക്കുന്നവരാണ് ഞങ്ങൾ. ഇതിൻ്റെ ഉദ്ഘാടനം വേള, നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ സമയത്ത് ഇന്നത്തെ ഗവൺമെൻറ്റിലിരിക്കുന്ന എല്ലാവരും LDF അത് ബഹിഷ്കരിച്ചിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇത് കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് തുടക്കം കുറിക്കുന്നത്. ആ തുടക്കം കുറിക്കുന്ന പരിപാടിയുടെ അന്ന് അവർ ബഹിഷ്കരിച്ചപ്പോൾ നമുക്ക് വിഷമമായി. അപ്പം നമ്മളെന്തായാലും എന്നെ ക്ഷണിച്ചില്ല എന്ന ഒരു കാരണത്തിൻ്റെ പുറത്ത് ഒരു കാരണവശാലും ബഹിഷ്കരിക്കാൻ പാടില്ല. അവർ വിളിച്ചവരെല്ലാവരും പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ക്ഷണിക്കാതെ പോകുന്നത് ശരിയല്ല. ക്ഷണിച്ചവരെല്ലാവരും തീർച്ചയായിട്ടും അവിടുത്തെ MLA ഉൾപ്പെടെ അവിടെ പങ്കെടുക്കും പരിപാടിയിൽ. ഈ പദപ്രയോഗമാണ് താങ്കൾ ഇതിൽ പർവ്വതീകരിക്കാൻ താങ്കൾ ഇതിൽ ശ്രമിച്ചതുമില്ല. അതൊരു ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ജസ്റ്റായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തതും. പക്ഷേ അപ്പോഴും ഇതിൻ്റെ ദീർഘമായ ചരിത്രം ഞാൻ അല്പസമയം മുമ്പ് വിശദീകരിക്കുകയായിരുന്നു. 91-ൽ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങിയൊരു വലിയ സ്വപ്നമാണ് ഇപ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് KV തോമസിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. ഒരുപാട് കപ്പിത്തന്മാരുള്ളൊരു പ്രോജക്റ്റാണല്ലോ ഇത്. അപ്പോൾ ആ അർത്ഥത്തിൽ താങ്കൾ ഇതിൽ ഉചിതമായില്ല, ഔചിത്യമില്ലാത്ത ഒരു പെരുമാറ്റമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും മറുഭാഗത്ത് പറയുന്നത് UDFൻ്റെ ക്രെഡിറ്റ് പോകുമോ എന്ന് ഭയന്നാണ് സർക്കാർ അത് ചെയ്തത് എന്ന് ചില നേതാക്കളെങ്കിലും പ്രതികരിച്ചു. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, അത് എന്തുകൊണ്ടാണ് അവർ ക്ഷണിക്കാതിരുന്നത് എന്നത് ഞാനതിനെക്കുറിച്ച് ആലോചിച്ചില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അത് സാരമില്ല. പക്ഷേ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് MV രാഘവൻ എന്നുള്ള തുറമുഖ വകുപ്പ് മന്ത്രി, അന്ന് അദ്ദേഹം അത് ആയിരുന്ന സമയത്താണ് ഇതിൻ്റെ ഡിസൈനും എൻജിനീയറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് നടന്നത്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും പല വിഷയങ്ങൾ കൊണ്ടും അത് നടപ്പാക്കാൻ പറ്റാതെ പോയി. അവസാനം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യവും ഒരു വാശിയും എല്ലാം ഇത് യാഥാർത്ഥ്യമാകുന്നതിന് വലിയ കാരണമായിട്ടുണ്ട്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അന്ന്. ഇതിപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഇതൊരു വലിയ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഇത് മത്സ്യബന്ധനത്തിന് ഇതിന് വിഘാതമാവും എന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടി അന്നുണ്ടായിരുന്നു. ഇത് കടൽ കൊള്ളയാണ് എന്നാണ് CPMൻ്റെ മുഖപത്രം വിശേഷിപ്പിച്ചത്. കടൽ കൊള്ളയാണ് എന്ന് 2015 പറഞ്ഞ CPMൻ്റെ മുഖപത്രം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് സ്വപ്നതീരം നങ്കൂരമണിയുന്നു എന്നുള്ള മനോഹരമായ വാചകമാണ്. കടൽ കൊള്ളയിൽ കടൽ കൊള്ളയാകേണ്ട ഒരു സംഭവം സ്വപ്നതീരത്ത് നങ്കൂരമണിയുന്ന ഒരു പദ്ധതിയായി മാറിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഇതിന് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതിൻ്റെ വേദിയുടെ പുറത്തൊക്കെ ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള റോഡുകൾ ഇപ്പോഴും ഈ പറയുന്ന കണ്ടെയ്നറുകളെ കൊണ്ടുപോകുന്ന രീതിയിൽ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരിയാണ്, സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടി ഈ റോഡ് മാർഗമുള്ള കണ്ടെയ്നർ ചരക്ക് നീക്കം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അപ്പോഴും അത്തരം പശ്ചാത്തല വികസനം ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ഇന്ന് രാവിലെ പ്രേക്ഷകരോട് പറയുകയായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചിട്ട് റോഡ് ഇപ്പോഴും ഇടുങ്ങിയതാണ്, അവിടെ കാര്യമായ പരിപാടികളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, അദാനിക്ക് 890 കോടി രൂപയാണ്ട് ഇതുവരെ സർക്കാർ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കേണ്ട തുകയിലെ പകുതി പോലും കൊടുത്തിട്ടുമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴും ഇത്തരം വീഴ്ചകൾ കൂടി സർക്കാർ ശ്രദ്ധിക്കേണ്ടതല്ലേ ശ്രീ VD സതീശൻ? ഇതിനകത്ത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റിനൊരു ഷെയർ ഉണ്ട്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5500 കോടി രൂപയാണ് സ്റ്റേറ്റിൻ്റെ ഷെയർ. 8 വർഷത്തിനിടയിൽ ആകെ കൊടുത്തിരിക്കുന്നത് 880 കോടി രൂപ മാത്രമാണ് ആകെ കൊടുത്തിരിക്കുന്നത്. 855 കോടിയാണ് ആകെ കൊടുത്തിരിക്കുന്നത്. 1/7 തുക മാത്രമാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇത് ഈ കപ്പൽ തീരത്ത് അണയുമ്പോഴേക്കും ഇവിടെ ഈ പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റാണ്.
പോർട്ടിൻ്റെ അകത്ത് ഷിപ്പ് വന്ന് അണയുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ്. അവിടെ വന്നിറങ്ങുന്ന ഒരു ചരക്ക് അതിൻ്റെ മൂവ്മെൻ്റാണ്. ആ ചരക്കിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ മറ്റ് ഇതൊരു മേജർ പോർട്ടാണ്. ഈ ചെറിയ പോർട്ടുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കടലിലൂടെയുള്ള സൗകര്യം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 8 വർഷമായി ഇങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും അവിടെ ചെയ്തിട്ടില്ല. ആകെ കൊടുത്തിരിക്കുന്നത് 855 കോടി രൂപ മാത്രമാണ്. പോർട്ട് എന്ന് പറയുന്നത്, ശരിക്കും പോർട്ട് എന്ന് പറയുന്ന പോർട്ട് സിറ്റിയാണ്. ഇപ്പോൾ സിംഗപ്പൂർ പോർട്ട്, കൊളംബോ പോർട്ട്, സിയാറ്റിലെ പോർട്ട്, ഇന്തോനേഷ്യയിലെ പോർട്ട്, മലേഷ്യയിലെ പോർട്ട്, നമ്മുടെ സമീപ സ്ഥലങ്ങളിലെ പോർട്ടുകൾ മാത്രം. മുന്ദ്രെ പോർട്ട് ഗുജറാത്തിലെ, മുംബൈ പോർട്ട്, കൊച്ചിൻ പോർട്ട്, ഇതൊരു പോർട്ട് സിറ്റി കൂടിയായി മാറി. യഥാർത്ഥത്തിൽ പോർട്ട് എന്ന് പറയുന്നത് ഒരു കൾച്ചർ കൂടിയാണ്. ഇത് വെറുതെ തീരത്ത് കപ്പലണഞ്ഞ് അവിടെ സാധനം ഇറക്കി അവിടെ വെക്കുന്ന ഒന്ന് മാത്രമല്ല, അതൊരു വലിയ കൺസെപ്റ്റാണ്, വലിയൊരു ഡ്രീമാണ്. ആ തരത്തിലേക്ക് അതിന് ഒരു ശ്രദ്ധയും സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. രണ്ടാമത്, ഇത് നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം നടക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് നമ്മുടെ തീരപ്രദേശം 590 കിലോമീറ്ററാണ്. അതിൻ്റെ അകത്ത് വളരെ സെൻസിറ്റീവാണ് തീരപ്രദേശം. തീരശോഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ 700 ഹെക്ടർ സ്ഥലം കേരളത്തിൻ്റെ തീരപ്രദേശം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ പോർട്ട് വരുമ്പോൾ ഈ പോർട്ടിന് ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ കടലാക്രമണത്തിൻ്റെ ഇമ്പാക്റ്റ് കൂടും. അപ്പം നമ്മുടെ കാലത്ത് ഈ കാര്യം ഇത് വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യും. ഞാൻ ആ ചർച്ചയിൽ പങ്കാളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റിൻ്റെ വിക്ടിംസ് ഉണ്ടാവും. അതായത് വികസനത്തിൻ്റെ ഇരകളെന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ. അപ്പോൾ വീടെടുത്ത് പോവുക, കടലെടുത്ത് പോവുക തുടങ്ങിയ ആളുകളുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു 473 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കി ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള നടപടികളോ തീരങ്ങളെ സംരക്ഷിക്കാനുള്ള പരിപാടികളോ ഒന്നും കാണുന്നില്ല. തിരുവനന്തപുരത്തെ വലിയതുറ തുറമുഖത്ത്, വലിയതുറയിലെ ഒരു സിമൻറ്റ് ഗോഡൗണിലാണ് 300-ലധികം കുടുംബങ്ങൾ കിടന്നിരുന്നത്. ഞാനാണ് അവിടെ നേരിട്ട് പോയതും ആ വിഷയം ടേക്കപ്പ് ചെയ്തതും അത് നിയമസഭയിൽ കൊണ്ടുവന്നതും പിന്നീട് 140 ദിവസം തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ സമരം നടന്നതും ഇപ്പോൾ അവർക്ക് വാടകയ്ക്ക് അവരെ മാറ്റിയിട്ടുണ്ട്, അവരുടെ സൗകര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു വശത്ത്, കാരണം വികസനത്തിൻ്റെ ഇരകളെ സൃഷ്ടിക്കണമെന്നല്ല വികസനം എന്ന് പറയും. അവർക്ക് അവിടെ അങ്ങനെ ഉണ്ടായാൽ അവർക്കൊരു റീഹാബിലിറ്റേഷൻ, പുനരധിവാസം കൂടി ഉറപ്പ് കൊടുക്കുന്ന രീതിയിലേക്കുള്ളൊരു ബാലൻസ് ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഓക്കെ. വികസനം വരുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്.